നമസ്കാരം. വരും ദിവസങ്ങളിൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ചില പ്രധാന ഇവൻറ്റുകളെക്കുറിച്ചും ഇന്നത്തെ ദിവസം സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ചില സ്റ്റോക്കുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഇവൻറ്റ് റെഡ് സീ ക്രൈസിസ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന യമൻ ബേസ്ഡ് ഹൂതികൾ റെഡ് സീ വഴിയുള്ള ഷിപ്പിംഗ് റൂട്ടിൽ ആക്രമണം നടത്തുകയും ഇതുവഴി 158ഓളം ഷിപ്പുകളെ റീറൂട്ട് ചെയ്യേണ്ടതായി വരികയും ചെയ്തു. ഇത് ലോജിസ്റ്റിക് ട്രാൻസ്പോർട്ടേഷൻ, കാർഗോ ഹാൻഡ്ലിംഗ് എന്നിവയിലെ കോസ്റ്റ് ഉയർത്തിയേക്കാം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് സെക്ടറിലെ കമ്പനികളുടെ കോസ്റ്റ് ഉയരാനുള്ള സാധ്യതയുണ്ട്. ക്രിസിൽ എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ചിലപ്പോൾ ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നതിനും കാരണമായേക്കാം. അതുകൊണ്ട് റെഡ് സീ ക്രൈസിസ് വരും ദിവസങ്ങളിൽ ഗ്ലോബൽ മാർക്കറ്റിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയും ബാധിക്കുന്ന ഒരു പ്രധാന ഇൻസിഡൻ്റാണ്. രണ്ടാമത്തേത് കോവിഡിലുണ്ടായിരിക്കുന്ന വർധനവ്. COVID-19 സബ് വേരിയൻ്റായ JN1 വേരിയൻറ്റിൻ്റെ അതിവ്യാപനം മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു കൺസേണാണ്. കേരള, ഗോവ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും അധികം വ്യാപനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആവശ്യമെങ്കിൽ RT-PCR ആൻറ്റിജൻ ടെസ്റ്റ് പുനരാരംഭിക്കാൻ സെൻട്രൽ ഗൈഡ് ലൈൻസ് നൽകിയിട്ടുണ്ട്. COVID-19 ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും മാർക്കറ്റിനെ വോളറ്റൈലാക്കിയേക്കാം. മൂന്നാമത്തേത് ക്രൂഡിൻ്റെ പ്രൈസിലുണ്ടായിരിക്കുന്ന വോളറ്റൈലിറ്റിയാണ്. ഒപെക് രാജ്യങ്ങളിൽ നിന്നും അങ്കോള പിൻവാങ്ങിയതിനു ശേഷം അങ്കോള പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കും എന്നൊരു അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച ക്രൂഡിൻ്റെ വില ഇടിഞ്ഞിരുന്നു. അതേസമയം ഷിപ്പിംഗ് റൂട്ടുകളെ ഹൂതി ഗ്രൂപ്പ് ആക്രമിക്കുന്നത് മൂലം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉയരുകയും അതിനുശേഷം ക്രൂഡിൻ്റെ വില ഉയരുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം $79 പെർ ബാരൽ എന്ന ലെവലിലാണ് ക്രൂഡിൻ്റെ വില ക്ലോസിംഗ് നൽകിയത്. വരും ദിവസങ്ങളിൽ റെഡ് സീ ക്രൈസിസിനനുസരിച്ച് ക്രൂഡിൻ്റെ വില ഉയരാനും താഴാനും സാധ്യതയുണ്ട്. അത് ഇന്ത്യൻ മാർക്കറ്റിനെയും ഗ്ലോബൽ മാർക്കറ്റിനെയും വോളറ്റൈലാക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഫാക്റ്റാണ്. കഴിഞ്ഞ ആഴ്ച ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 6300 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. എല്ലാ ദിവസവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ സെല്ലിംഗ് നടത്തി. എന്നാൽ DIS 8900 കോടിയുടെ ബൈയിങ് നടത്തി. അതേസമയം കഴിഞ്ഞ 3 മാസം സെല്ലിംഗ് നടത്തിയിട്ടും ഡിസംബർ മാസത്തിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. 57,313 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ആഴ്ച സെല്ലിംഗ് സൈഡിലായിരുന്നെങ്കിലും എൻ്റെ ഡിസംബർ മാസത്തെ നെറ്റ് ബൈസെൽ റേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 26,000 കോടിയുടെ ബൈയിങ്ങിലാണ് FIS ഇപ്പോഴും കാണുന്നത്. ഇതുകൂടാതെ ചില ഡൊമസ്റ്റിക് ഡേറ്റകളും മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കാൻ സാധ്യതയുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡേറ്റ, ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് നമ്പേഴ്സ്, ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഡേറ്റ, ബാങ്ക് ലോൺ ഗ്രോത്ത് ഡേറ്റ, ഈ ഡേറ്റകളെല്ലാം ഡിസംബർ 29 വരുന്നത്. ഈ ആഴ്ച പ്രധാന മെയിൻ ബോർഡ് IPOകളൊന്നുമില്ല. അതേസമയം ഇന്നോവ ക്യാപ്റ്റാപ്പിൻ്റെ IPOയിൽ അപ്ലൈ ചെയ്യേണ്ട അവസാന ദിവസം ഇന്ന് അല്ലെങ്കിൽ ഡിസംബർ 26 മുത്തൂറ്റ് മൈക്രോഫിൻ, മോട്ടിസൺ ജുവലർ, സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ്, ഹാപ്പി ഫോർജിങ്സ്, RBZ ജുവലേഴ്സ്, ക്രെഡോ ബ്രാൻഡ്സ് മാർക്കറ്റിംഗ് തുടങ്ങിയ കമ്പനികൾ ഈ ആഴ്ച മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകും. ഇനി കോർപ്പറേറ്റ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്കാണ് വേദാന്ത. 11 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് നൽകുന്നുണ്ട്. ഡിസംബർ 27 ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ്. കാൻഫിൻ ഹോംസ് എന്ന കമ്പനി 2 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് നൽകുന്നു. ഡിസംബർ 29 എക്സ് ഡേറ്റ്. സ്റ്റാൻഡേർഡ് ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്ന കമ്പനിയുടെ ബോണസും സ്റ്റോക്ക് സ്പ്ലിറ്റും വരുന്നുണ്ട്. ബോണസ് 2:1 എന്ന റേഷ്യോയിലും സ്റ്റോക്ക് സ്പ്ലിറ്റ് 1:10 എന്ന റേഷ്യോയിലുമാണ്. ഡിസംബർ 29 എക്സ് ഡേറ്റ്. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് ഇൻഫോസിസും മറ്റൊരു ഗ്ലോബൽ കമ്പനിയും ചേർന്ന് 15 വർഷത്തേക്ക് സൈൻ ചെയ്ത $1.5 ബില്യൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്റ്റിൽ നിന്നും 2 കമ്പനികളും പിൻവലിഞ്ഞിട്ടുണ്ട്. ഇതിനു മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ദിവസം ഇൻഫോസിസ് എന്ന സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാം. UPL എന്ന അഗ്രോ കെമിക്കൽ കമ്പനിയെയും ശ്രദ്ധിക്കണം. UPL 4200 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുകയാണ്. ഇക്വിറ്റി ഷെയറുകൾ റൈറ്റ് ഇഷ്യൂ വഴി ഇഷ്യൂ ചെയ്താണ് കമ്പനി 4200 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നത്. മെർജിംഗ് അല്ലെങ്കിൽ അമാൽഗമേഷൻ പോയിന്റ് ഓഫ് വ്യൂ ടാറ്റ സ്റ്റീൽ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. ഇന്ത്യൻ സ്റ്റീൽ ആൻഡ് വയർ പ്രോഡക്റ്റും ടാറ്റ സ്റ്റീലും തമ്മിലുള്ള അമാൽഗമേഷന് അപ്രൂവൽ നൽകുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ജനുവരി 25 വിളിപ്പിച്ചിട്ടുണ്ട്. ബയോകോൺ എന്ന ഫാർമ കമ്പനിയും ശ്രദ്ധിക്കാം. ബയോകോണിൻ്റെ സബ്സിഡറി കമ്പനിയായ ബയോകോൺ ബയോളജിക്സ് ലിമിറ്റഡ് എന്ന കമ്പനി സാൻഡോസ് എന്ന കമ്പനിയുമായി ചേർന്ന് ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്.
ഫാർമ സെക്ടറിലും ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് സൈഡസ് ലൈഫ് സയൻസ് ആണ്. US FDA ഡിസംബർ 14 തീയതി മുതൽ ഡിസംബർ 22 തീയതി വരെ അഹമ്മദാബാദിലെ സൈഡസ് ലൈഫ് സയൻസിൻ്റെ ലാബിൽ ഇൻസ്പെക്ഷൻ നടത്തി. ഈ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്